മോർണിംഗ് വാക്ക് തുടരുകയാണ്. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യഘട്ടം പൂർത്തിയായി രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് വാർത്തയാണല്ലേ. കണ്ണൂർ പഴയങ്ങാടിയിൽ മരുന്നു മാറി നൽകിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. സിറപ്പില്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയതെന്ന് മെഡിക്കൽ ഷോപ്പ് ഉടമ മൊഴി നൽകി. മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ആദ്യം അറിയേണ്ടത് കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസം തന്നെ നല്ല പുരോഗതി ഉണ്ടെന്ന വാർത്ത അരുൺ പങ്കുവച്ചിരുന്നല്ലോ. മറ്റൊന്ന്, ഈ ഖദീജ മെഡിക്കൽസിനെതിരെ പ്രതിഷേധം ഒരു ഭാഗത്ത് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ കരിയോലൊഴിച്ച് പ്രതിഷേധിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു കുറ്റസമ്മത മൊഴി ഉണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലൊരു മൊഴി ഉണ്ട് ഈ മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ എന്നുകൂടി അറിയുന്നു. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമാണ്. നിലവിൽ കുഞ്ഞ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. അതോടൊപ്പം തന്നെ കരളിന്റെ പ്രവർത്തനം പതിയെ സാധാരണ നിലയിലേക്ക് മാറുന്നുണ്ട് എന്നതും ഡോക്ടർമാർ പറയുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ എന്തായാലും പറയുന്നത്. മറുവശത്ത് വലിയ പ്രതിഷേധവും ഈ വിഷയത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഈ മെഡിക്കൽ ഷോപ്പ് ഉടമയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ തന്നെ വിവിധ യുവജന സംഘങ്ങളുടെ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും വലിയ ജനരോഷം ആ മെഡിക്കൽ ഷോപ്പിനെതിരെ ഉണ്ട്. ഒരു മെഡിക്കൽ ഷോപ്പിന്റെ ഒരു പിഴവ് കൊണ്ടാണ് 8 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലേക്ക് പോയത്. ഒരുപക്ഷെ ആ ഗുരുതരമായി തന്നെ തുടർന്നാൽ കരൾ വരെ മാറ്റിവെക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നു എന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുകയും ചെയ്തത്. ക്ഷമിക്കണം. എന്തായാലും മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ മൊഴി ഇതിൽ പുറത്തു വന്നിട്ടുണ്ട്. സിറപ്പില്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയത് എന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം. അരുണെ, ഇപ്പൊ ഈ മെഡിക്കൽ സ്റ്റോർ ഉടമ പറഞ്ഞിട്ടുണ്ടല്ലോ സിറപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഡ്രോപ്സ് നൽകിയത്. സാധാരണ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു സിറപ്പൊക്കെ ഒരു ബ്രാൻഡ് മാറിയാൽ പോലും ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കൃത്യമായി അവരോട് പറയാറുണ്ട്, വേണമെങ്കിൽ ഡോക്ടറോട് ചോദിക്കൂ ഇത് മതിയോ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ മാറി നൽകുമ്പോൾ ഏത് രീതിയിലാണ് അതിന്റെ അളവ് ക്രമീകരിക്കേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. കൃഷീന, ഇപ്പോൾ പോലീസിന് ഈ മെഡിക്കൽ ഷോപ്പ് ഉടമയായിട്ടുള്ള EK നാസർ നൽകിയിട്ടുള്ള മൊഴിയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സിറപ്പില്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയതെന്നാണ് മൊഴി. അതിനുശേഷം പോലീസ് വീണ്ടും ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവരെ മടക്കി അയക്കാൻ സാധിക്കുമായിരുന്നല്ലോ, ഈ മരുന്ന് അങ്ങനെ മാറി നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നോ, ആ കാര്യങ്ങൾ ഇവരെ ബോധ്യപ്പെടുത്തിയിരുന്നോ എന്ന കാര്യം ഈ അളവിന്റെ കാര്യത്തിൽ, ഈ നൽകുന്ന അളവിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്ന് പോലീസ് ചോദിച്ചിരുന്നു. അതിൽ കൃത്യമായ മറുപടി ഈ ഷോപ്പ് ഉടമ നൽകിയിട്ടില്ല എന്നതാണ് പോലീസ് എന്തായാലും പറയുന്നത്. മരുന്ന് കഴിക്കേണ്ട അളവ് എഴുതി കൊടുത്തിട്ടില്ല എന്ന് ഉടമ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് സംഭവിച്ചത്. ഡോക്ടർ കുറിപ്പിൽ എഴുതി തന്ന മരുന്നിന് പകരം, സിറപ്പിന് പകരം ഡ്രോപ്സ് അത് ഈ രക്ഷിതാക്കൾ, അതായത് അവിടെ മരുന്ന് വാങ്ങാൻ എത്തിയവരെ ബോധ്യപ്പെടുത്താതെ, അതിന്റെ അളവ് പോലും ബോധ്യപ്പെടുത്താതെയാണ് ഉടമ മരുന്ന്. കുറച്ച് സമയം അരുൺ റെസ്റ്റ് എടുക്കൂ, അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ ചേരുക. അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കി കാണുമല്ലോ, ശബ്ദത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അരുൺ ഒരു ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് വരട്ടെ. നമ്മുടെ സീതാലക്ഷ്മി എസ് എന്ന് പറയുന്ന പ്രേക്ഷക പറയുകയാണ്, കമന്റുകൾ വെച്ച് മാത്രം പ്രേക്ഷകരെ അളക്കല്ലേ, അല്ലാതെയും 6 തൊട്ട് 24-നൊപ്പം നടക്കുന്നവർ എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. കമന്റുകൾ നമ്മൾ വായിച്ചില്ല ഇതുവരെ, പക്ഷെ ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ വായിച്ചേനെ, നമ്മൾ കണ്ടിട്ടില്ല. അതെ അതെ, രമ്യ അരുൺ. അതുപോലെ നമ്മുടെ രാജേഷ് കുമാർ ചോദിക്കുന്നു, ബർത്ത്ഡേ കാർഡിന് എന്താണ് പറയേണ്ടത്? നിങ്ങൾ ആരുടെ ബർത്ത്ഡേ ആണ് പേര് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി കാര്യം നമ്മൾ കാർഡ് ഇവിടെ റെഡിയാക്കും. യെസ്, പാലക്കാട് ശ്രീകുമാറിനൊരു വാർത്ത പങ്കുവെക്കുന്നു. അതിലേക്കാണ് ഇനി. പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു എന്നാണ് വാർത്ത. വടക്കഞ്ചേരി മംഗലം ചോഴിയങ്കാട് മനു ആണ് മരിച്ചത്. സുഹൃത്ത് വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ സുഹൃത്ത് ശത്രുവായി മാറിയതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്? അതായത് ഈ മനു എന്ന യുവാവാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പ്രതിയാണ് വിഷ്ണു. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഇവർ തമ്മിൽ ചെറിയ സാമ്പത്തിക പ്രശ്നം, അത് വെറും ഒരു ചെറിയ സാമ്പത്തിക പ്രശ്നം മാത്രമായിരുന്നു. ഒരു 5000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങാനും ഉണ്ട് എന്നാണ് പറയുന്നത്. അത് മനു വിഷ്ണുവിന് നൽകാനുള്ളതാണ്. ഈ പണത്തെ ചൊല്ലി 2 ദിവസമായി ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടന്നിരുന്നു. അങ്ങനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ മനുവിനെ വിഷ്ണു വിളിച്ചു വരുത്തി. അതിനിടയിൽ ഇടിക്കട്ട കൊണ്ട് മനു ഇയാളെ അടിച്ചു എന്നാണ് പറയുന്നത്.
അങ്ങനെ ഇടിക്കട്ട കൊണ്ട് അടിച്ചപ്പോൾ അതിലുള്ള വൈരാഗ്യം കൊണ്ട് തൊട്ടടുത്ത പാടത്ത് വെച്ച് അരയിലിരുന്ന കത്തി എടുത്ത് കുത്തുന്നു. അപ്പോൾ തന്നെ വീഴുന്നു. രക്തം വാർന്ന് കിടന്നെങ്കിലും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഈ മനു മരിക്കുകയായിരുന്നു എന്നും പറയുന്നു. രണ്ടുപേരും ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. മൃതദേഹം എന്തായാലും ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പ്രതിയെ എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആലത്തൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ പ്രതിയുണ്ട്. യെസ്, ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഇന്ന് ഒരുപാട് പേർ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ബർത്ത്ഡേ വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ. അതിൽ റോൺ ജോർജിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ റോൺ ജോർജ്, ഹാപ്പി ബർത്ത്ഡേ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. യെസ്, ഒരു റിപ്പോർട്ടിലേക്ക് പോകാം ഇനി. മയക്കുമരുന്ന് കേസുകൾ വലിയ തോതിൽ വർദ്ധിക്കുകയാണ് കേരളത്തിൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മയക്കുമരുന്ന് വ്യാപനം ചെറുക്കുന്നതിലും ഈ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും കേരളം നേരിടുന്ന വെല്ലുവിളികളാണ് ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ഒരു സ്പെഷ്യൽ റിപ്പോർട്ടാണ്. സമീപ വർഷങ്ങളായി ലഹരി മാഫിയ കേരളത്തിൽ പിടിമുറുക്കുകയാണ്. മയക്കുമരുന്ന് കേസുകളിൽ ഗണ്യമായ വർധനവാണ് ഇക്കാലയളവിൽ ഉണ്ടായത്. NDPS ആക്ടിന് കീഴിൽ 2020 4968 കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ 2021 5695-ആയും 2022 26619-ആയും 2023 30697-ആയും 2024 27530-ആയും കേസുകളുടെ എണ്ണം ഉയർന്നു. 2025 ജനുവരിയിൽ മാത്രം കേരളത്തിൽ ഏകദേശം 2000 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ എറണാകുളം ജില്ലയാണ് സംസ്ഥാനത്ത് മുൻപന്തിയിൽ. 2023 ജനുവരി 1-നും 2024 ജൂൺ 1-നുമിടയിൽ ജില്ലയിൽ 8567 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5906 കേസുകളുമായി മലപ്പുറവും 5385 കേസുകളുമായി കോഴിക്കോടും 2-3 സ്ഥാനങ്ങളിലുണ്ട്. കൗമാരക്കാർക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗ കേസുകളിൽ 82% കഞ്ചാവുമായി ബന്ധപ്പെട്ടതാണ്. ഇവരിൽ 75.66% പേർ സിഗരറ്റ് വലിച്ചിരുന്നവരാണെന്നും മാനസിക സമ്മർദ്ദം നേരിട്ടപ്പോഴാണ് ഇവരിൽ 35.16% പേർ മയക്കുമരുന്നിലേക്ക് തിരിഞ്ഞതെന്നുമാണ് കണ്ടെത്തൽ. LSD, MDMA ഉപയോഗവും യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു. ഒളിപ്പിച്ചുവെക്കാൻ എളുപ്പമാണെന്നതും ഉപയോഗിച്ചവരെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്നതും ഇവയുടെ ഉപയോഗം വ്യാപകമാക്കി. ഇതിനു പുറമെ കൊക്കെയിൻ, ഹെറോയിൻ, ഹാഷിഷ് എന്നിവയും സംസ്ഥാനത്തെ പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വർഷം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ കേരളത്തിൽ നടന്ന 63 കൊലപാതകങ്ങളിൽ 30 എണ്ണം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണെന്ന് പോലീസ് പറയുന്നു. റിസർച്ച് ഡെസ്ക് 24. യെസ്, അപ്പോൾ അതാണത് കൃത്യമായി റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി. അതെ, അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് കണ്ടത്. നമ്മളെ ആശങ്കപ്പെടുന്ന റിപ്പോർട്ട് തന്നെയാണത്. അതെ. അപ്പോൾ നമുക്ക് കുറച്ച് ബർത്ത്ഡേസ് കൂടെ ഉണ്ട്. ഒന്നാമത്തേത് നമ്മുടെ 7 വയസ്സുകാരിയായ സാറയാണ്. സാറ UK-യിലാണുള്ളത്. അപ്പോൾ നമ്മളും സാറയുമായുള്ള പരിചയം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ന്യൂ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫിന്റെ പെങ്ങളുടെ മകളാണ് സാന്ദ്ര. അപ്പോൾ സാന്ദ്ര ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് നേരത്തെ. സാറ. അപ്പോൾ സാറ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ സാറ. മറ്റു രണ്ടുപേരും ഉണ്ടല്ലേ, നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് രാജേഷിന്റെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. രാജേഷ്, ഹാപ്പി ബർത്ത്ഡേ. സന്ധ്യ ഉണ്ട്. സന്ധ്യ എല്ലാ നന്മകളും ഈ ജന്മദിനത്തിൽ ആശംസിക്കുന്നു. ഒരുപാട് വർഷങ്ങൾ ആയുസ്സോടും ആരോഗ്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും നമ്മുടെ ഇന്നത്തെ സ്ലീപ് ഡേയിൽ പറയുന്ന പോലെ ഉറങ്ങാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. നമ്മുടെ ഷാനിബ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് ഷാനിബിന്റെ ഇക്കാക്കയുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. പേര് പറഞ്ഞില്ല ഷാനിബ്. ഇക്കാക്കയുടെ പേര് ഷിഹാബ് എന്നാണെന്ന് അറിയാം. നമ്മൾ കഴിഞ്ഞ മാസം ബർത്ത്ഡേ വിഷ് ചെയ്താണ്. പക്ഷെ 26-ാം തീയതി. പക്ഷെ മകന്റെ പേരറിയില്ല. അപ്പൊ മകന്റെ പേരൊന്ന് അറിയിച്ചാൽ നമുക്ക് ആ ബർത്ത്ഡേ കാർഡ് കൊടുക്കാം അല്ലേ? അതെ. ഇനി നമ്മൾ അരൂരിൽ പോവുകയാണെങ്കിൽ അവിടെ തകർന്നു വീണ അങ്കണവാടിക്ക് പകരം സ്മാർട്ട് അങ്കണവാടി ഉയർന്നു. ജില്ലാ പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതി പ്രകാരം 20 ലക്ഷം അനുവദിച്ചാണ് പട്ടണക്കാട് ബ്ലോക്കിലെ ആദ്യത്തെ സ്മാർട്ട് അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചത്. അരൂർ ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡിലാണ് പതിറ്റാണ്ട് പഴക്കമുള്ള 4-ാം നമ്പർ അങ്കണവാടി 6 വർഷം മുൻപ് തകർന്നു വീണത്. പിന്നീട് വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം. എന്നാൽ വാർഡ് മെമ്പർ BK ഉദയകുമാറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും ചേർന്നാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനന്തു രമേശിന്റെ സഹായത്തോടെ 20 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിപ്പിച്ച് അങ്കണവാടി നിർമ്മിച്ചത്. അങ്കണവാടിയിലെത്തുന്ന കുരുന്നുകൾക്ക് മനോഹര ചിത്രങ്ങൾ എഴുതിയ വർണ്ണ ചുവരുകളാണ് ഏറെ ഹൃദ്യമായത്.
ആലപ്പുഴ സ്വദേശി ഷീബയാണ് ചിത്രങ്ങൾ വരച്ചത്. ഒപ്പം കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളും ഏറെയുണ്ട്. പുതിയ കാലം മുന്നിൽ കണ്ടാണ് ഈ കെട്ടിടം വിഭാവനം ചെയ്തതെന്ന് വാർഡ് മെമ്പർ ഉദയകുമാർ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെടുകയും 20 ലക്ഷം രൂപ ഈ അംഗനവാടിയുടെ നിർമ്മാണത്തിനായി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചത്. ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കെട്ടിടം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. സ്മാർട്ട് അംഗനവാടി MLA ദലീമ ജോജോയാണ് ഉദ്ഘാടനം ചെയ്തത്. 24 ആലപ്പുഴ. യെസ്, അപ്പോ അതൊരു സന്തോഷമുള്ള സ്മാർട്ട്. അതെ അതെ അതെ. ഇനി അടുത്ത വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കോഴിക്കോട് നിന്നും വരുന്നൊരു വാർത്തയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായ എന്ന് പറയുമ്പോൾ കോഴിക്കോട് നിന്നാണെങ്കിൽ അത് ഏതായിരിക്കും? അതെ, മിഠായി തെരുവ്. അവിടെ വ്യത്യസ്തമായൊരു ഇഫ്താർ സംഗമം നടന്നിരുന്നു. ആ ഇഫ്താറിന്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് അറിയണ്ടേ? ഐക്യത്തിന്റെ സന്ദേശവുമായി മാറിയ നോമ്പുതുറയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. മതാചാരം മാറ്റിവെച്ച് ആഘോഷങ്ങളിൽ ഒന്നിച്ചു പങ്കുകൊള്ളുന്ന രീതി മലബാറിൽ പതിവുള്ളതാണ്. കോഴിക്കോട് മിഠായി തെരുവും അത്തരം കാഴ്ചയ്ക്കാണ് സാക്ഷിയായത്. മൊയ്തീൻ പള്ളി റോഡ് മുതൽ SM സ്ട്രീറ്റിലെ 500 മീറ്ററോളം ദൂരത്തിൽ നോമ്പുതുറ വിഭവങ്ങൾ മേശകളിൽ നിരന്നു. വെള്ളവും ജ്യൂസും ഈന്തപ്പഴവും തരിക്കഞ്ഞിയും ഫ്രൂട്ട്സും സമൂസയും കട്ട്ലറ്റുമൊക്കെ നോമ്പുതുറയ്ക്കായി ഒരുക്കി. ആതിഥേയരെ സ്വീകരിക്കാനുള്ള കോഴിക്കോടിന്റെ പ്രത്യേകത അത് നമ്മൾ വരുന്ന ആളുകളെ മനസ്സും വയറും നിറച്ചുകൊണ്ട് സന്തോഷത്തോടെ നോമ്പ് തുറന്നു പോകുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ ഈ വർഷം നമുക്ക് പറ്റി. 10,000 പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കിയത്. നല്ല ഉഷാറിൽ നടന്ന് പല ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. നമ്മളറിയാത്ത കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓൽക്കൊക്കെ ഇവിടെ വരുന്ന പർച്ചേസുകാർക്കും ഇവിടെ വന്നിട്ട് സാധനം തിന്നു പോകാനുള്ള സൗകര്യം ഒരുക്കി നമ്മൾ SM സ്ട്രീറ്റ്. മിഠായി തെരുവ് കാണാനും സാധനങ്ങൾ വാങ്ങാനും എത്തിയവർക്കുമൊക്കെ വ്യത്യസ്ത അനുഭവമായി മാറി. ഉപകാരമുണ്ട്. എല്ലാവർക്കും നല്ലപോലെ നോമ്പ് തുറക്കാനുള്ള അവസരം നാളെ അടുത്ത വർഷം ഇതിനെക്കാട്ടി ഇരട്ടിയായി അല്ലാഹു തആല റഹ്മത്തോട്ടെ. നല്ലൊരു ഹെൽപ്ഫുള്ളായ പോലെ തോന്നുന്നു. പർച്ചേസിന് വന്നാണ് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമുക്ക് നോമ്പെടുക്കാൻ പറ്റുന്ന പറയുന്ന വലിയൊരു കാര്യമല്ലോ. തുടർച്ചയായ 2ാം തവണയാണ് വ്യാപാരികളും തൊഴിലാളികളും ഉൾപ്പെടുന്ന മിഠായി തെരുവ് കൂട്ടായ്മ സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. 24 കോഴിക്കോട്. യെസ്, അപ്പോൾ ആ ഒരു ഇഫ്താർ സംഗമത്തിന്റെ പ്രത്യേകത എന്താണെന്ന റിപ്പോർട്ട് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരുപാട് ഇടങ്ങളിലുണ്ട് കേട്ടോ. നമ്മുടെ ഈ പറയുന്നത് പോലെ തൊട്ടടുത്തൊക്കെയുള്ള ഇപ്പൊ നമ്മുടെ ഓഫീസിലാണെങ്കിൽ കൂടി ഇഫ്താർ സംഗമം അല്ലെങ്കിൽ കൂടി നോമ്പുതുറ വളരെ ഗംഭീരമായിട്ട് നടക്കാറുണ്ട്. അതിൽ നോമ്പെടുക്കുന്ന ആൾക്കാർ പങ്കെടുക്കാറുമുണ്ട്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ RSS പ്രതിഷേധത്തിനിടെ തുഷാർ ഗാന്ധി ഇന്ന് ആലുവ UC കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. മഹാത്മാഗാന്ധിയുടെ ആലുവ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള ശതാബ്ദി ആഘോഷ പരിപാടിയിലാണ് പങ്കെടുക്കുക. തുഷാർ ഗാന്ധിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും പരിപാടിയുടെ ഭാഗമാകും. തുഷാർ ഗാന്ധിയെ താൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചതായും എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതായും VD സതീശൻ അറിയിച്ചു. രാജ്യത്തെ ബാധിച്ച ക്യാൻസറാണ് RSS എന്ന തുഷാർ ഗാന്ധിയുടെ പ്രസ്താവനയാണ് വിവാദങ്ങൾക്കും ഈ പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഇടയാക്കിയത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഗുജറാത്തി റോഡും തൊട്ടടുത്തുള്ള പാലസ് റോഡിലൊക്കെ ആയിട്ടാണ് ഇന്നത്തെ മോർണിംഗ് വാക്ക് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഗുജറാത്തി റോഡിനടുത്ത് നമ്മൾ ഒരാളെ കണ്ടു. ഒരു കൊച്ചുമിടുക്കൻ സ്കൂൾ യൂണിഫോമിൽ നിൽക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning. What's your name? My name is Dheer Hardik Thanki. In which class you are studying? I am studying in class 7A. Which school? Chinmaya Vidyalaya. And who is your best friend? Who is your best friend? My best friend's name is Vaishnav E. Rajesh. Okay. So you have exams today? Yeah. What's the specialty of this day? This is the festival of colors. Yeah, great. Then we will play the Holi. Now inside some puja is going on. Okay. Then in this temple, right? Yeah. Okay. After that puja, some woods will be there. It will be kept. Then it will be burned. Then we will do puja of that. Okay. That is called as Holika. Okay. Holika Dahan. Yeah. Okay. Actually, from which place you? I am born here. Okay. And your parents? My parents from Gujarat. Okay. That's it. അപ്പോൾ ഹാപ്പി ഹോളി ടു യു. യു ആർ എ വെരി വെരി സ്മാർട്ട് ബോയ്. പ്ലീസ് വിഷ് ഹാപ്പി ഹോളി ടു ഓൾ അവർ വ്യൂവേഴ്സ്. Happy Holi. Happy Holi to you too. Okay, thank you so much. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. Thank you. And convey our regards to your best friend. Okay, thank you. Bye. Take care. അപ്പോൾ അതാണ് ഗുജറാത്ത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ആ മിടുക്കൻ. അപ്പോൾ അവന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. പറഞ്ഞു തന്നു അല്ലേ? എന്താണ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ നടക്കുക. നമ്മൾ നേരത്തെ കണ്ട ക്ഷേത്രത്തിനകത്ത് എന്ത് നടക്കും ചടങ്ങുകൾ എന്നുള്ളതാണ്. യെസ് യെസ് യെസ്. താങ്ക് യു. നമുക്ക് ഒരു ബർത്ത്ഡേ കാർഡ് കൂടി റെഡിയാണ് അല്ലേ? അതെ, നിക്കോൾ തോമസിനെയാണ്. തോമസിനെയാണ്. ടെക്സസ്, ഹ്യൂസ്റ്റൺ ടെക്സസിൽ നിന്നാണ്. ഹാപ്പി ബർത്ത്ഡേ നിക്കോൾ തോമസ്.
മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അതെ. യെസ്, നമുക്ക് അടുത്ത റിപ്പോർട്ടിലെ കൂടി പോകണം അല്ലേ? കൊല്ലത്ത് നടന്ന CPIM സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്ത സംസ്ഥാന കമ്മിറ്റിയുടെ AKG സെന്ററിലെ ആദ്യ യോഗം ഇന്നാണ് നടക്കുന്നത്. മധുരയിൽ ഏപ്രിൽ ആദ്യം നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം, പ്രവർത്തന റിപ്പോർട്ട് എന്നിവ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ യോഗം. സംസ്ഥാന സമിതിയിൽ അംഗത്വം നൽകാത്തതിനെതിരെ പരസ്യമായി പ്രതികരിച്ച A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നത് പരിഗണിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അടുത്ത 3 വർഷക്കാലം പാർട്ടിയുടെ രാഷ്ട്രീയ അടവ് നയം എന്തായിരിക്കണമെന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായി CPIM കേന്ദ്ര കമ്മിറ്റി കരട് രാഷ്ട്രീയ പ്രമേയം നേരത്തെ തന്നെ പരസ്യമാക്കിയിരുന്നു. കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തികൾക്കും ഘടകങ്ങൾക്കും ഭേദഗതികൾ നിർദ്ദേശിക്കാം. സംസ്ഥാന സമിതിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന അജണ്ട. BJP സർക്കാരിനെ താഴെയിറക്കാൻ ഓരോ സംസ്ഥാനത്തെ സാഹചര്യത്തിനനുസരിച്ച് മതേതര ജനാധിപത്യ കക്ഷികളുമായി യോജിക്കാമെന്നാണ് കരട് രാഷ്ട്രീയ പ്രമേയം മുന്നോട്ട് വെക്കുന്ന സമീപനം. എന്നാൽ അതിനൊപ്പം പാർട്ടിയെ സ്വതന്ത്ര ശക്തിയായി വളർത്താനുതകുന്ന നടപടികളും വേണമെന്ന് രേഖ നിർദ്ദേശിക്കുന്നുണ്ട്. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ അടവ് നയം എത്ര കണ്ട് ഫലപ്രദമായി നടപ്പിലാക്കാനായി എന്നത് അവലോകനം ചെയ്തുകൊണ്ടുള്ള രേഖയും കേന്ദ്ര കമ്മിറ്റി കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരുന്നു. ഇതേപ്പറ്റിയുള്ള ചർച്ചയും നിലപാട് സ്വരൂപിക്കലും ഇന്നത്തെ സംസ്ഥാന സമിതിയുടെ അജണ്ടയിലുണ്ടാകും. പുതിയ സംസ്ഥാന സമിതി തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉയർന്ന ആക്ഷേപങ്ങളിൽ പരിശോധനയോ നടപടിയോ ഉണ്ടാകുമെന്നതാണ് യോഗത്തെ ചുറ്റിപ്പറ്റി ഉയരുന്ന ആകാംക്ഷ. പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവ് A. പത്മകുമാറാണ് കടുത്ത പ്രതികരണം നടത്തിയത്. വിഷയം സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിച്ച പത്തനംതിട്ടയിലെ ജില്ലാ നേതൃത്വം നിർദ്ദേശത്തിന് കാക്കുകയാണ്. 24 തിരുവനന്തപുരം. എന്തായാലും CPIMന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി അതിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. എടുക്കുന്ന തീരുമാനങ്ങളും ചർച്ചയും ഒക്കെ ആ രീതിയിൽ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്താണെന്നൊക്കെ ഈ സംസ്ഥാന സമിതി ഇന്ന് തീരുമാനിക്കുമായിരിക്കും. പ്രത്യേകിച്ച് പാർട്ടി അടിമുടി മാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ. യെസ്. അപ്പോൾ ഗുജറാത്തി റോഡിലൂടെയുള്ള നമ്മുടെ നടത്തം ഇങ്ങനെ തുടരുകയാണ്. പാലസ് റോഡ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ചേച്ചിയുടെ അടുത്ത് പറയായിരുന്നു, ഗുജറാത്തി റോഡിൽ വന്നിട്ട് ഒരു പാട്ട് ഗുജറാത്തിനെ കുറിച്ച് പാടിയില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന്. പാട്ട് പാടാം എന്ന് ചേച്ചി സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞ പാട്ട് ഇനി പ്രേക്ഷകർക്ക് അത് വെളിപ്പെടുത്തില്ല, പാടും. 1 2 3 4. ഗുജറാത്തി കാൽ തല കിട്ടിയ മലയാളി പെണ്ണാണ് നീ, പഞ്ചാബി ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണ് നീ, കരകാട്ടത്തിൽ ചകടാ ചകടാ, മയിലാട്ടത്തിൽ ഭംഗടാ ഭംഗടാ, ഈ കൊലുസിന് തഞ്ചം പോരടി പഞ്ചാര പൂങ്കുയിലേ, യാരെ 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 ജാഗേ ജനക ജന ജാഗേ പയലിയ. അയ്യോ, കാസറ്റ് അപ്പൊ 1 ക്ലാപ്പ് കേട്ടോ. തകർത്തു. അപ്പൊ നമുക്ക് കമന്റ് ബോക്സിലേക്ക് പോവാം. കമന്റ് ബോക്സിൽ ഒരുപാട് പേർ ഇപ്പോഴും ഹോളി ആശംസിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന ചില കമന്റുകളിലേക്ക് പോവാം. ആശ സിംഗപ്പൂർ എന്ന് പറയുന്നു, സൂപ്പർ മോൻ എന്ന് പറയുന്നു, നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് നേരത്തെ നമ്മുടെ കണ്ട കുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് പേർ അതിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കണ്ണീരും ഒളിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ എന്ന് പറയുന്നൊരു എന്താണ് ആ പാട്ട് പാടുമോ എന്ന് ദ സൈലന്റ് മോഹൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ ചിരിക്കുന്ന സമയല്ലേ, അപ്പൊ കരയുന്ന പാട്ട് പാടണം. ആമിർ ഖാന്റെ പാട്ട് പാടുമോ? നമുക്ക് അടുത്തതിലേക്ക് പോകാം. യെസ്. അപ്പൊ നമുക്ക് മോർണിംഗ് വാക്ക് പൂർത്തിയാക്കാനുള്ള സമയമാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് ചെയ്തത് ഗുജറാത്തി റോഡിലാണ്, കൊച്ചിയിലുള്ള.